Hello guys, this is Anu and welcome to the unofficial food capital of Kerala. കോഴിക്കോട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ സ്ഥലപ്പേര് എങ്ങനെയാണ് ഉണ്ടായതെന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ. കോഴിക്കോട് എന്ന് വെച്ചാൽ കോട്ട, അഴിമുഖം, കോട്, നാട് എന്നും അറിയപ്പെടുന്നു. ഈ 3 പദങ്ങൾ കൂടി ചേർന്നാണ് കോഴിക്കോട് ഉണ്ടായത്. അതേപോലെ തന്നെ കൊട്ടാരം, കോയിൽ, കോട്ട എന്നീ വാക്കുകളും കൂടി ചേർന്നാണ് കോഴിക്കോട് ഉണ്ടായത് എന്നും പറയപ്പെടുന്നു. ഈ കാലിക്കട്ട് എന്ന പേരിനെ പറ്റിയും 2 അഭിപ്രായങ്ങളുണ്ട്. അതായത് കോഴിക്കോട്ടെ പഴയ കാലത്ത് പ്രസിദ്ധമായിരുന്ന പരുത്തി തുണിയെ അറബികൾ കാലിക്കോ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഈ കാലിക്കോ ലഭിച്ചിരുന്ന സ്ഥലത്തെ കാലിക്കൂത്ത് എന്ന് വിശേഷിപ്പിച്ചിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാര് ഈ കാലിക്കൂത്തിനെ കാലിക്കട്ട് എന്ന് പരിഷ്കരിച്ച് വിളിക്കാൻ തുടങ്ങി. ഈ കാലിക്കട്ട് ടിപ്പു സുൽത്താൻ മലബാർ കീഴടക്കിയ സമയത്ത് ഫറൂഖാബാദ് എന്ന് മാറ്റി. ഈ ഫറൂഖാബാദാണ് ഇന്ന് ഫറൂഖ് എന്നറിയപ്പെടുന്നത്. കോഴിക്കോട് ഞാൻ ഫസ്റ്റ് ടൈം അല്ല, ഞാൻ ഇതിനു മുന്നേ ഫറൂഖിൽ വന്നിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഈസ് ഓൾ അബൌട്ട് വാട്ട് ഐ ഏറ്റ് ഇൻ കോഴിക്കോട് ആൻഡ് ദ റിവ്യൂസ്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ യു വിൽ ബി ഇൻ ലവ് വിത്ത് കോഴിക്കോട്. ഇവിടുത്തെ ഫുഡ് കൾച്ചർ എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. സോ അധികം ലാഗ് എടുപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഗൈസ്, അപ്പോൾ സ്പോട്ട് നമ്പർ 1 വരുന്നത് പാരഗൺ റെസ്റ്റോറന്റ് ആണ്. പാരഗണെ കുറിച്ച് പറയുവാണെങ്കിൽ ലോകത്തിലെ തന്നെ ടേസ്റ്റ് അറ്റ്ലസിന്റെ റാങ്കിങ്ങിൽ 150 ലെജൻഡറി റെസ്റ്റോറന്റുകളിൽ 11ാം സ്ഥാനം നേടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാരഗണിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം. കോഴിക്കോട് ബിരിയാണി കഥകളിലെ രാജാവായിട്ടുള്ള ഹോട്ടൽ റഹ്മത്ത് ലക്ഷ്യമിട്ടാണ് എന്റെ അടുത്ത യാത്ര. ബിരിയാണി മട്ടൺ ഉണ്ട്, ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, ഫിഷ് ഉണ്ട്, ബീഫ് ബോൺ ഉണ്ട്, ബീഫ് റിബ് ഉണ്ട്, കാട ബിരിയാണി ഉണ്ട്, ബിരിയാണി വേണ്ട മന്തി ഉണ്ട്. ഈ റഹ്മത്ത് തന്നെ ഇന്ന് 2 ഔട്ട്ലെറ്റ് ഉണ്ട്. ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 8 മിനിറ്റ് ദൂരമുള്ള പഴയ ഹോട്ടൽ റഹ്മത്ത്, ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 12 മിനിറ്റ് ദൂരമുള്ള റഹ്മത്ത് റെസ്റ്റോറന്റ്. അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് സ്റ്റേഡിയം ജംഗ്ഷന്റെ അടുത്തായിട്ടാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവരുടെ ബീഫ് ബിരിയാണി തന്നെയാണ്. ഒത്തിരി റിവ്യൂ ഉള്ള ഒരു ഐറ്റം ആണ്. ഞാൻ ഓർഡർ ചെയ്തു, പക്ഷെ എനിക്കൊരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. ബീഫ് നല്ല സോഫ്റ്റ് ആണ്, പക്ഷെ മസാലയും ഒരു ബീഫും തമ്മിലുള്ള ഒരു ചേർച്ച അങ്ങോട്ട് സെറ്റ് ആവാത്ത പോലെ എനിക്ക് തോന്നി. മേ ബി എന്റെ മാത്രം അഭിപ്രായം ആയിരിക്കാം. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവരുടെ കസ്റ്റമർ സർവീസ് തന്നെയാണ്. അതേപോലെ ഫുഡ് കൊണ്ടുവരാൻ ഒട്ടും ലാഗ് അടിച്ചിട്ടില്ല. പക്ഷെ നേരെ മറിച്ച് പാരഗണിൽ ഓർഡർ എടുക്കാൻ തന്നെ നല്ല ലാഗായിട്ടുണ്ടായി. ഓരോന്നിന് പിന്നിലും ഓരോ കഥയുണ്ട് എന്ന് നമ്മൾ പറയാറില്ലേ, അതേപോലെ തന്നെ ഈ SM സ്ട്രീറ്റ് എന്ന പേരിന് പിന്നിലും ഒരു കഥയുണ്ട്. പണ്ട് കോഴിക്കോട് ഭരിച്ചിരുന്ന ഒരു സാമൂതിരി അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഹൽവ ഉണ്ടാക്കാനായി അങ്ങ് ഗുജറാത്തിൽ നിന്നും കുറച്ച് പാചകക്കാരെ വിളിച്ചു വരുത്തി. ഗുജറാത്തികൾ ഹൽവ ഉണ്ടാക്കിയ തെരുവ് പിന്നീട് ഹൽവയുടെ പേരിൽ പ്രശസ്തമായി തീരുകയും അങ്ങ് കടന്നെത്തിയ അറബികൾക്കും പോർച്ചുഗീസുകാർക്കും മാംസം പോലെ ഇരിക്കുന്ന ഈ ഹൽവ ഇഷ്ടപ്പെടുകയും അവരതിനെ സ്വീറ്റ് മീറ്റ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് SM സ്ട്രീറ്റ് അഥവാ മിഠായി തെരുവ് എന്ന കോഴിക്കോടിന്റെ ഹൃദയം ഉണ്ടായിത്തീർന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എഴുത്തുകാരനായ SK പൊറ്റക്കാടിന്റെ പ്രശസ്തമായ ഒരു തെരുവിന്റെ കഥ എന്ന നോവലിൽ ഈ തെരുവിനെ ഒരു പ്രധാന കഥാപാത്രമായി ചിത്രീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവർ ഈ കച്ചവടം ചെയ്യുന്ന വെറുതെ കാണാനാണെങ്കിലും കേട്ടോണ്ടിരിക്കാനാണെങ്കിൽ പോലും ഒരു പ്രത്യേക രസമാണ്. അങ്ങനെ മിഠായിത്തെരുവിനെ അത്രമേൽ പ്രശസ്തമാക്കിയ ഹലുവയ്ക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. അത്ര ഓടേണ്ടി ഒന്നും വന്നില്ല, എന്നാലും ഒരു കിഡിലൻ സ്പോട്ടാണ് അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുനാഫ ഹലുവ, റഫല്ലോ ഹലുവ, ഡ്രൈ ഫ്രൂട്ട് ഹലുവ, അങ്ങനെ ഒട്ടനവധി വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നിയർ ടു KSRTC ബസ് സ്റ്റാൻഡ്. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ആവശ്യമെങ്കിൽ ശങ്കരൻ ബേക്കറി ഒരു ഓപ്ഷൻ ആയിട്ട് വെക്കാം. പക്ഷെ വെറൈറ്റി ആണ് വേണ്ടതെങ്കിൽ ഹൽവ വാല ഇസ് എ ബെസ്റ്റ് ഓപ്ഷൻ. എന്തൊക്കെ തന്നെ ആണെങ്കിലും നമ്മുടെയൊക്കെ തിരക്കേറിയ ജീവിതത്തിൽ ഒന്ന് വിശ്രമിക്കണമെന്ന് തോന്നിയാൽ കോഴിക്കോട് ബീച്ചിലേക്ക് വരിക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. കാരണം ഇത്രയും സമാധാനം കിട്ടുന്ന ഒരു സ്ഥലം വേറെ ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം ആളുകൾ ഒരു 2 ദിവസത്തെ അവധിക്ക് പോലും ഇങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത്. നൈറ്റ് ലൈഫ് ഇത്ര അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കേരളത്തിൽ വേറെ ഇല്ല. കോഴിക്കോട് ബീച്ചിൽ വർഷങ്ങളായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഐസൊരത്തി. സ്വീറ്റ് ഇഷ്ടമുള്ളവർക്ക് സ്വീറ്റും, സ്പൈസി വേണ്ടവർക്ക് സ്പൈസി, ഇനി മിക്സ്ഡ് ആവശ്യമുള്ളവർക്ക് മിക്സ്ഡ് ഐസൊരത്തിയും കിട്ടും.
ഐസ് ഇങ്ങനെ ഉരത്തിയെടുത്തിട്ട് അതിലേക്ക് സിറപ്പും ടൂട്ടി ഫ്രൂട്ടിയും കസ്കസും പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇതിന്റെ മേക്കിംഗ് കാണാൻ തന്നെ നല്ല രസമാണ്. അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്ത് കോഴിക്കോട് ബീച്ചിന് നേരെ തിരിക്കുകയാണ്. എല്ലായിടവും റെയിൽവേ സ്റ്റേഷന് അടുത്തായിട്ട് തന്നെ ഉള്ളതുകൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എല്ലായിടത്തും പോയി വരാൻ സാധിച്ചു. കോഴിക്കോട് വന്നിട്ട് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഇവരുടെ ഓട്ടോ സർവീസാണ്. ഞാൻ സഞ്ചരിച്ചൊരു ഓട്ടോയിൽ എഴുതിയിരിക്കുന്ന കേട്ടോ ഇത്. എല്ലായിടത്തും തന്നെ 30-40 രൂപയ്ക്ക് പോയി വരാൻ സാധിച്ചുകൊണ്ട് തന്നെ ഇതൊരു നഷ്ടക്കച്ചവടമായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ ഗൈസ്, ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് അതിപ്പോൾ ലൈക്ക് ആയിക്കോട്ടെ കമന്റ് ആയിക്കോട്ടെ എന്റെ വീഡിയോ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അത് ഒത്തിരി സഹായിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.